ഹലോ ഫ്രണ്ട്സ്, ബിഗ് ബോസ് പുത്തൻ പ്രൊമോ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാട്ടോ. നമ്മുടെ കിച്ചൺ ടീമിലടി ഇന്നൊന്നും നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. അത് നമ്മുടെ ലാലേട്ടൻ വന്ന് എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം എടുത്താൽ മാത്രമേ അതിനൊരു എന്താ പറയുക, അവസാനം ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ നെവിനും ആര്യനും അക്ബറും കിടന്ന അടുക്കളയിൽ അഴിഞ്ഞാടുന്നു എന്ന് തന്നെ പറയാം. മര്യാദക്ക് ഫുഡില്ല, ഒന്നുമില്ല. രോഗമായിട്ട് പോയവനെ പുച്ഛിക്കുന്നു, ഓവർ ആക്ടിങ് ആണെന്ന് പറയുന്നു, അഭിനയമാണെന്ന് പറയുന്നു. എന്തുവാ ഇത്, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പൊ ഇന്നത്തെ പ്രൊമോയിലും നമ്മുടെ നൂറ കിച്ചണിൽ വന്നിട്ട്, അതായത് അനുവും നമ്മുടെ നൂറയും ആദിലയും അവർക്ക് വേണ്ട 3 പേർക്ക് വേണ്ടതും അവർ തന്നെയാണല്ലോ ഉണ്ടാക്കി കഴിക്കുന്നേ. അപ്പൊ അതിനുവേണ്ടി ഓരോന്നും എടുക്കാൻ പോകുമ്പോൾ ഓരോന്നും കാലിയായിക്കൊണ്ടിരിക്കുക. കേടായാലും മിൽക്കായാലും കണക്കിൽ പെട്ടതൊന്നും ഇല്ല. എല്ലാം പകുതി പകുതിയേ ഉള്ളൂ. ചിലതൊക്കെ തീർന്നു, ചിലതൊക്കെ തീരാറായി, അങ്ങനെ നിൽക്കുന്നു. അപ്പൊ നൂറ അത് ചോദ്യം ചെയ്തുകൊണ്ട്, ഇത് ആരെടുത്തു, ഇത് തീരാറായല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ആരാണ് ഇതെടുത്തത്, എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് നൂറ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആര്യനും അക്ബറും നെവിനും അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, ഇനി അവർ തന്നെ ആയിരിക്കും ഇതെടുത്ത് കഴിച്ചത് എന്നൊക്കെ പറയുവാണ്. അപ്പൊ നമ്മുടെ നെവിൻ പറയുന്നുണ്ട്, ഞാനാണെന്ന് പറഞ്ഞ് വലിയ ആളായിട്ട് വന്നിട്ട് ഭയങ്കര കുറ്റമൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. ഞാനാണ് തീർത്തേന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഫ്രിഡ്ജ് മൊത്തം നമ്മുടെ നൂറ് ഇങ്ങനെ അരിച്ചു പറക്കുമ്പോൾ അതിനിടയിൽ വന്ന് നമ്മുടെ ആര്യനും അക്ബറും വന്നിട്ട് ഭയങ്കര കച്ചറത്തരം ഉണ്ടാക്കി ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുവാട്ടെ. അതിനിടയിൽ നമ്മുടെ അനുമോള് വന്ന് അനുമോളും ആര്യനും തമ്മിൽ ഒരു ഭയങ്കര ഉടക്കുണ്ടാവുന്നുണ്ട്. അങ്ങനെ മൊത്തത്തില് ഇപ്പൊ നമ്മുടെ ലൈവ് കണ്ടാലും നമുക്ക് മനസ്സിലാവും, മൊത്തത്തിൽ ഒച്ചപ്പാടും ബഹളവും മാത്രമേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസിൽ. ഇങ്ങനെ പോയാൽ നമ്മുടെ ലാലേട്ടൻ ഇപ്രാവശ്യം ആരെയൊക്കെ പുറത്താക്കും എന്നത് കണ്ടു തന്നെ അറിയണം അല്ലെ. ഇപ്പൊ കുറച്ച് ഓവറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഒന്നും നോക്കണില്ല, അടിക്കടി, വാക്കിന് വാക്കെന്ന് പറഞ്ഞിങ്ങനെ പോരോട് പോരായിട്ട് ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കും എല്ലാവരും ഓരോ നിമിഷവും. ബിഗ് ബോസ് കാണുന്നവർക്ക് ഇപ്പം മനസ്സിലാകുമ്പോ ഫുൾ ടൈം അടിയാണ്, ഫുൾ ടൈം. ഒരു സമാധാനം ഇല്ലാത്തൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഇപ്പോ. ഒരു കളിയിൽ ഒരു തമാശയിൽ ഒന്നുമില്ല കേട്ടോ. എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.